അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സ്റ്റോപ്പ് വേൾഡ് വാർ 3 ക്യാമ്പയിൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തൃശൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എച്ച് സുലൈമാൻ മാസ്റ്റർ, മജ്ലിസ് അൻസാറുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകം പ്രസിഡന്റ് എച്ച് അബീബുള്ള, മൗലവി ഗുലാം അഹമ്മദ്, മൗലവി മുഹമ്മദ് സലീം, മൗലവി അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം നൽകി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അഹമ്മദിയ ഖലീഫ അഞ്ചാമത്തെ ഖലീഫ മിർസ മസൂർ അഹമ്മദ് അയ്യബാവ് തലബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നത്. പീസ് ക്യാമ്പയിൻ അഥവാ മൂന്നാം ലോക മഹായുദ്ധത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായി മജ്ലിസ് അൻസാറുല്ലാഹ് തൃശ്ശൂർ പാലക്കാട് ജില്ല വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലാഹിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടന്നു വരുന്നത്. തൃശ്ശൂരിൻ്റെ നാനാഭാഗത്ത് ഈ പ്രോഗ്രാം നടക്കുകയും തൃശ്ശൂരിൻ്റെ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, അത് അമേരിക്കയിലാവട്ടെ, ആഫ്രിക്കയിലാവട്ടെ, അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രങ്ങളിലാവട്ടെ, എല്ലാ സ്ഥലത്തും നടന്നു വരികയാണ്. ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ നടന്നു വരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമായാണ് ഇവിടെ നടന്നു വരുന്നത്. ആണവ നിരായുധീകരണം നടപ്പിലാക്കുക, ലോക സമാധാനം നടപ്പിലാക്കുക എന്നീ കാര്യങ്ങൾ ഉണർത്തുകയും ലോക സമാധാനത്തിന് വേണ്ടിയുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവിന്റെ നിർദ്ദേശങ്ങളുടെ ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലോകാടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഇതുപോലുള്ള സമാധാന ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലെ അൻസാറുള്ളയിൽ ലോക സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് ലോകത്തിൽ നിന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനാണ് ഉദ്ദേശിച്ചത്. ഇതിന് ഖലീഫ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള കേന്ദ്രങ്ങൾ പോയിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിന് സമാധാനമാകുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാം എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. CCV ന്യൂസ് ചേലക്കര.